നമ്മുടെ അയൽ രാജ്യമാണ്, തൊട്ടടുത്ത് കിടക്കുന്ന, ഒരിക്കൽ നമ്മുടെ തന്നെ ഭാഗമായിരുന്ന രാഷ്ട്രം. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ഇതുപോലുള്ള വിഘടനവാദ പ്രശ്നങ്ങളും മറ്റും നമ്മൾ കൂടെ ഗൗരവത്തിലെടുക്കേണ്ട പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ അടിക്കടി ഇത്തരം വിഘടനവാദ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്കുള്ള മുന്നറിയിപ്പുകളുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സുഘടിതമായ ഭരണ സംവിധാനവും ജനാധിപത്യ പ്രക്രിയകളും ഇന്ത്യയിൽ എന്നതുപോലെ പാകിസ്ഥാനിൽ ഇപ്പോഴില്ല. എല്ലാവർക്കും അറിയാം. ഒരു മതാധിഷ്ഠിത രാഷ്ട്രവും ആയതിനാൽ ചിതറിയ ഉറപ്പില്ലാത്ത ഭരണകൂട സംവിധാനവും സർക്കാരിൻ്റെ അത്ര തന്നെ ശക്തരായ തീവ്രവാദ സംഘടനകളും ചേർന്ന് അവിടം ദുർബലമായ ഒരിടമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടുകൂടെയാണ് സെപ്പറേറ്റിസ്റ്റ് സംഘങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോകാനായി ഹിംസാത്മകമായ രീതികൾ പ്രയോഗിക്കുന്നത് എന്നും കാണണം. പ്രത്യേകിച്ചും ഇപ്പോൾ ദുർബലമായിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. ഉറച്ച ജനാധിപത്യ ഭരണകൂടവും നിരന്തരം സ്വയം പുതുക്കുന്ന ജനാധിപത്യ ബോധ്യങ്ങളും കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും വിശാലവും സ്വതന്ത്രവുമായി അവരവരുടെ വ്യത്യസ്തതകളുമായി ജീവിക്കാനാകുന്ന പൗരരും നമ്മുടെ രാജ്യത്തിനും എത്രത്തോളം ആവശ്യമാണ് എന്ന് കൂടെ ബോധ്യപ്പെടുന്ന ഒന്നായിട്ട് ആലോചിക്കുന്നവർക്ക് ബലൂജ് പ്രശ്നത്തെ കാണാവുന്നതാണ്.